എസ്എഫ്ഐയുടെ യൂണിവേഴ്സിറ്റി സമരങ്ങൾക്കെതിരെ വിമർശനവുമായി ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ. സമരത്തിന്റെ പേരിൽ നടന്നത് കോപ്രായങ്ങൾ. ഒരു ഭ്രാന്താലയത്തിലാണോ ജീവിക്കുന്നത് എന്ന് ചിന്തിച്ചു പോയെന്നും മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ പറഞ്ഞു. അവിടെ കാട്ടുന്നതായ, എൻ്റെ ഭാഷയിൽ പറഞ്ഞു പോകുന്നു, കോപ്രായങ്ങളെന്ന് മാത്രം. അത് സ്ത്രീ പുരുഷ അല്ലെങ്കിൽ ആൺ പെൺ വ്യത്യാസമില്ലാതെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ സത്യത്തിൽ ഞാനവിടെ ഇരുന്ന് മനസ്സ് വളരെ ദുഃഖിച്ചുപോയി. വിവേകാനന്ദൻ പറഞ്ഞതുപോലെ ഒരു ഭ്രാന്താലയത്തിലാണല്ലോ ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് വിദ്യാഭ്യാസ ലോകത്തിന് വെളിച്ചമല്ല ആവശ്യം. അവർക്കിന്ന് വേറെ പലതും നമ്മൾ കോരിക്കൊടുക്കേണ്ട സാഹചര്യമാണ്. കാരണം ഇന്ന് വിദ്യാഭ്യാസത്തിൻ്റെ മേഖല അക്രമത്തിൻ്റെ മേഖലയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. മോസനാസു ചേരുന്നു. മോസന, എന്താണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം സമരത്തെക്കുറിച്ച്? വിദ്യാർത്ഥികളുടെ ധന്യ, കോട്ടയത്ത് നടന്ന സഭയുടെ പരിപാടിയിലാണ് ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ ഇത്തരമൊരു വിമർശനം നടത്തിയിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസം നേടി മക്കൾ ഉയർന്ന നിലയിൽ എത്തുമെന്ന് പ്രതീക്ഷിച്ച മാതാപിതാക്കൾക്ക് സങ്കടമുണ്ടാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ പോകുന്നത്. കഴിഞ്ഞ ദിവസം വലിയ രീതിയിലാണ് യൂണിവേഴ്സിറ്റിയിൽ ഒക്കെ സമരം നടന്നത്. അതായത് സമരത്തിന്റെ പേരിൽ അവിടെ നടന്നത് കോപ്രായങ്ങളാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആൺപെൺ വ്യത്യാസമില്ലാതെ വിദ്യാർത്ഥികൾ കാണിച്ചത് കണ്ട് തനിക്ക് ഏറെ ദുഃഖം ഉണ്ടായി. അത് കണ്ടപ്പോൾ ഓർമ്മ വന്നത് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ കാര്യമാണ്. അതായത് ഒരു ഭ്രാന്താലയത്തിലാണോ നമ്മൾ ജീവിക്കുന്നതെന്ന് ചിന്തിച്ചു പോയി എന്ന് അദ്ദേഹം വിമർശിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായത്. ഇതാണെങ്കിലും നിലവിൽ എസ്എഫ്ഐയുടെ ഇത്തരത്തിലുള്ള സമരമുറ വലിയ രീതിയിൽ വിമർശനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷ സംഘടനകളും അതുപോലെ തന്നെ ഇത്തരത്തിൽ മത സാമുദായിക സംഘടന, മതമേലധ്യക്ഷന്മാരുൾപ്പെടെ ഇത്തരത്തിൽ വിമർശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. ധന്യ. ശരി മോസന.